VBG റാംജി ബില്ലിനെതിരായ പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2 പതിറ്റാണ്ടിന്റെ ചരിത്രം ഒരു ദിവസം കൊണ്ട് മോദി ഭരണകൂടം ഇല്ലാതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു കാര്യപരിപാടിയിലേക്കും കടക്കാതെയാണ് ശീതകാല സമ്മേളനത്തിലെ അവസാന ദിനമായി ഇന്ന് ലോക്സഭയും തൊട്ടുപിന്നാലെ രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള മോദി സർക്കാരിന്റെ VBG റാംജി ബില്ല് ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു രാജ്യസഭ പാസാക്കിയത്. പാർലമെന്റിനെ ബുൾഡോസ് ചെയ്ത് ബില്ല് പാസാക്കിയെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് കവാടത്തിൽ രാവിലെ തന്നെ പ്രതിഷേധ ധർണ തുടങ്ങി. രാജ്യസഭയിലെ തൃണമൂൽ അംഗങ്ങൾ രാത്രി മുഴുവൻ പാർലമെന്റ് കവാടത്തിൽ കുത്തിയിരുന്നു. 2 സഭകളിലും വിഷയമുയർത്തിയുള്ള പ്രതിപക്ഷ നീക്കത്തിനിടെയാണ് പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ഗ്രാമീണ മേഖലയെ കൈപിടിച്ചുയർത്തിയ പദ്ധതിയെ തകർത്ത മോദി സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുമെന്നും ഇതിനായി ദേശീയ മുന്നണി രൂപീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. In the new form of the bill, when you cut down so much of the allocation from the center, and most of the allocation a lot of it is going to come from the states are not going to be able to afford it, which means the scheme will die. അതേസമയം അഴിമതിയടക്കമുയർത്തി കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ചാണ് പ്രതിപക്ഷ നീക്കത്തെ BJP നേതാക്കൾ നേരിട്ടത്. മറ്റൊരു രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് വഴി തുറന്നുകൊണ്ടാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ദില്ലി കണ്ട കർഷക സമരത്തിന് സമാനമായി രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആസൂത്രണം ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ദില്ലിയിൽ നിന്നും PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.